ഷുഹൈബിനെ വധിച്ച രീതി പരിശോധിച്ചാൽ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള കൊലയാളി സംഘങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വളരെ വ്യക്തമാണ്. ആദ്യം ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അതിനുശേഷം വെട്ടിവീഴ്ത്തുക, പിന്നീട് കൊത്തി നുറുക്കി കൊല്ലുക. അപ്പോൾ TP ചന്ദ്രശേഖരന്റെ കേസിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ പരോളിലിറങ്ങിയ പ്രതികളുടെ പങ്ക് അന്വേഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. വളരെ സംശയാസ്പദമായ നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരോളിലിറങ്ങിയ മുഴുവൻ ആളുകളുടെയും പരോളുകൾ നീട്ടിക്കൊടുത്തവരുടെയും ലിസ്റ്റ് എൻ്റെ കയ്യിലുള്ളതാണ്. ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകുന്നില്ല. ആളുകളെ ചോദ്യം ചെയ്ത് വിട്ടയക്കുക എന്നുള്ള രീതി മാത്രമാണ് അവിടെ സ്വീകരിക്കുന്നത്. കണ്ണൂരിൽ ചുവപ്പ് ഭീകരത വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് RSSും BJPയും അക്രമം നടത്തുന്നു, മറുഭാഗത്ത് CPM അക്രമം നടത്തുന്നു. ഇപ്പോൾ CPM തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും ആക്രമിക്കാനും കൊലപ്പെടുത്താനും തയ്യാറാകുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിയുടെ വീടിനടുത്ത് നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ വീട്. ഇത്രയും ദാരുണമായ സംഭവം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി ഇതുവരെ അതിലൊരു അനുശോചനം രേഖപ്പെടുത്താനോ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനോ തയ്യാറായിട്ടില്ല. കൊലപാതകങ്ങളെപ്പറ്റി നിയമസഭയിൽ വലിയ ഗിരിപ്രഭാഷണം നടത്തിയ മുഖ്യമന്ത്രി തൻ്റെ വീടിനടുത്തുള്ള പിണറായിയിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഷുഹൈബിൻ്റെ കൊലപാതകത്തെപ്പറ്റി ഒരു അക്ഷരം എന്തുകൊണ്ട് മിണ്ടുന്നില്ല? സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മൗനം കൊലയാളികൾക്ക് പ്രോത്സാഹനം നൽകുന്നതാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അത്യന്തം ആപൽക്കരമായൊരു പ്രവണതയാണ്. വാടക കൊലയാളികളെ സംരക്ഷിക്കുന്ന സമീപനം ഗവൺമെൻറ് അവസാനിപ്പിക്കണം. കൊല ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും CPMന് പ്രത്യേക സംഘങ്ങൾ നിലവിലുണ്ട്. അവരുടെ നടപടി ആയതുകൊണ്ടാണോ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്?